എണ്ണിയാലൊടുങ്ങാത്തത്ര അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ച ഒരിടമാണ് നമ്മുടെ പ്രകൃതി. ഓരോ ദിവസവും ശാസ്ത്രലോകത്തെ പോലും കുഴപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ഗവേഷകർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രകൃതിയിലെ വളരെ വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ചില റോക്ക് ഫോർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചില റോക്ക് ഫോർമേഷനുകൾ കണ്ടാൽ ഇത് മനുഷ്യനിർമ്മിതമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഏതായാലും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബാലൻസിംഗ് റോക്ക്, കാനഡയിലെ നോവ സ്കോട്ടിയയിലെ ഡിഗ്ബി തീരത്തുള്ള ഒരു റോക്ക് ഫോർമേഷനാണിത്. 9 മീറ്റർ ഉയരമുള്ള ഒരു പാറ ഒരു കൊക്കയുടെ അറ്റത്ത് നേരെ നിൽക്കുന്ന അത്ഭുത കാഴ്ചയാണിത്. ഒരു ചെറിയ കാറ്റടിച്ചാൽ അത് താഴേക്ക് വീഴുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി അതേപടി നിൽക്കുകയാണ് എന്നതാണ് സത്യം. ഈ പാറയുടെ ഉത്ഭവം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണത്രേ. അക്കാലത്ത് ഉരുകിയ ലാവ ഈ പ്രദേശത്തു കൂടി ഒഴുകി കട്ടിയുള്ള പാറ പാളികളായി തണുത്തുറയുകയായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ പാറ ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറുകയാണുണ്ടായത്. സത്യത്തിൽ ഈ പാറയുടെ വെയിറ്റ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ് എന്നതാണ് സത്യം. എന്നിരുന്നാലും ചുറ്റുമുള്ള പാറകളുടെ തുടർച്ചയായ മൂവ്മെൻറ്റ് കാരണം ഇത് ഒടുവിൽ തകരാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് എപ്പോഴാണ് സംഭവിക്കുകയെന്ന് ഭൂമിശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാൻ കഴിയില്ല. ബാലൻസിംഗ് റോക്ക് ഓഫ് കൊളറാഡോ. യുഎസിലെ കൊളറാഡോ സ്പ്രിങ്സിലുള്ള ഒരു പാറക്കായ ഗാർഡൻ ഓഫ് ദി ഗോഡ്സിലെ ഏറ്റവും പ്രശസ്തമായ ഒരു റോക്ക് ഫോർമേഷനാണിത്. ഈ വലിയ മണൽക്കല്ല് ഒരു പാറയുടെ മുകളിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഈ പാറ ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പെൻസിൽവാനിയൻ കാലഘട്ടത്തിൽ നിക്ഷേപിക്കപ്പെട്ട മണൽക്കല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അക്കാലത്ത് പഴയ റോക്കി പർവ്വതങ്ങളിൽ നിന്നും മണ്ണൊലിച്ചു വന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഒടുവിൽ കട്ടിയുള്ള മണൽക്കല്ലായി മാറുകയായിരുന്നു അത്രേ. മണൽക്കല്ലിലെ അയൺ ഓക്സൈഡ് കാരണമാണ് ഇതിന് കടും ചുവപ്പ് നിറം ലഭിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 35 അടി, അതായത് 10 മീറ്റർ ഉയരവും ഏകദേശം 700 ടണ്ണോളം ഭാരവുമുണ്ട്. ഇതിൻ്റെയും വെയിറ്റ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുമാക്കിവി. ഫിന്നിഷ് ഭാഷയിൽ വിചിത്രമായ പാറ എന്നാണ് കുമാക്കിവി എന്നതിൻ്റെ അർത്ഥം. തെക്കുകിഴക്കൻ ഫിൻലൻഡിലെ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായ ഫോർമേഷനാണിത്. ഇതിന് ഏകദേശം 7 മീറ്റർ നീളമുണ്ട്. ഇത് ഒരു ചെറിയ ചെരിവുള്ള ഗ്രാനൈറ്റ് പാറയുടെ മുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വീഴുമെന്ന് തോന്നുമെങ്കിലും ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിൻ്റെ ഉത്ഭവം ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ ഐസേജ് കാലഘട്ടത്തിലാണ്. ഇവിടേക്കെത്തുന്ന സന്ദർശകർ പലപ്പോഴും ഇത് നീക്കാൻ ശ്രമിക്കാറുണ്ടത്രേ. പക്ഷേ ഇത് അനങ്ങാറില്ല. പാറയുടെ അടിഭാഗം ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെ ഇവയിനി നീങ്ങാൻ സാധ്യതയില്ലെന്നാണ് ഭൂമിശാസ്ത്രജ്ഞർ പറയുന്നത്. ശാസ്ത്രീയ വിശദീകരണങ്ങൾ വരുന്നതിനു മുൻപ് ഇത്തരം ബാലൻസിംഗ് റോക്കുകളെ പലപ്പോഴും അമാനുഷിക ശക്തികളുമായി ബന്ധപ്പെടുത്തിയിരുന്നു, പ്രത്യേകിച്ച് രാക്ഷസന്മാരുമായി. അവർ തങ്ങളുടെ കഴിവ് കാണിക്കാനായി ഇവയെ ഇവിടെ വെച്ചതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഈ പാറയെക്കുറിച്ച് അങ്ങനെ പ്രത്യേക കഥകൾ ഇല്ലെങ്കിലും ഇത് ഒരത്ഭുതമായി ഇന്നും തുടരുന്നു. ഐഡൽ റോക്ക്. ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക്ഷയറിലെ ബ്രിംഹാം റോക്സിലെ ഏറ്റവും പ്രശസ്തമായ ഫോർമേഷനുകളിൽ ഒന്നാണിത്. ബ്രിംഹാം ഐഡിൽ റോക്കും അവയ്ക്ക് ചുറ്റുമുള്ള പാറകളും നൂറ്റാണ്ടുകളായി തലയെടുപ്പോടെ നിലനിൽക്കുന്നു. പാറയുടെ കൊത്തുപണികളുള്ള രൂപങ്ങൾ മൃഗങ്ങൾ, കൂണുകൾ, മറ്റു രൂപങ്ങൾ എന്നിവയുമായി സാമ്യമുള്ളവയാണ്. ഐഡിൽ റോക്ക് ഒരു ചെറിയ പാറയ്ക്ക് മുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ പാറയാണ്. ഐഡിൽ റോക്കിൻ്റെയും മറ്റ് പാറകളുടെയും ഫോർമേഷൻ അവസാനത്തെ ഐസേജിലും അതിനു മുൻപും ഈ പ്രദേശം മണൽക്കല്ലുകളുടെ പാളികളാൽ മൂടപ്പെട്ടിരുന്ന കാലത്താണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി കാറ്റ്, മഴ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മണൽക്കല്ലുകളെ ഈ രൂപങ്ങളിലേക്ക് പതിയെ കൊത്തിയെടുക്കുകയായിരുന്നു. ഈ പാറകൾക്ക് ഏകദേശം 200 ടൺ ഭാരമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മെക്സിക്കൻ ഹാറ്റ്. യുഎസിലെ തെക്കുകിഴക്കൻ യൂട്ടായിലെ മെക്സിക്കൻ ഹാറ്റ് എന്ന ചെറിയ പട്ടണത്തിന് സമീപമുള്ള ഒരു റോക്ക് ഫോർമേഷനാണിത്. ഒരു തൊപ്പി പോലെയാണ് നമുക്കിത് കണ്ടാൽ തോന്നുക. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 18 മീറ്റർ ഉയർന്നു നിൽക്കുന്ന ഈ രൂപം US റൂട്ട് 163യിലെ ഒരു പ്രധാന ലാൻഡ്മാർക്കാണ്. ഈ രൂപം പ്രധാനമായും മണൽക്കല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിൽ രൂപീകൃതമായതാണത്രേ. അയൺ ഓക്സൈഡ് കലർന്നതിനാലുള്ള ഇതിൻ്റെ ചുവപ്പ് നിറം മറ്റൊരു പ്രത്യേകതയാണ്. പണ്ടുകാലത്ത് ഈ പാറയ്ക്ക് പ്രത്യേക ആചാരപരമായ ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെങ്കിലും ചുറ്റുമുള്ള ഭൂപ്രദേശം സംസ്കാരത്തിലും ചരിത്രത്തിലും വളരെ സമ്പന്നമാണ്.
ഇതിനു പുറമെ കൊളറാഡോ പീഠഭൂമിയിൽ ഉടനീളം സമാനമായ രൂപങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും മെക്സിക്കൻ ഹാറ്റിൻ്റെ സവിശേഷമായ രൂപവും മറ്റും കാരണം ഏറ്റവും പ്രശസ്തമായത് മെക്സിക്കൻ ഹാറ്റാണ്. ബാലൻസിംഗ് റോക്ക് ഓഫ് ആർച്ചസ് നാഷണൽ പാർക്ക്, ഊട്ട. അമേരിക്കയിലെ യൂട്ടായിലുള്ള ആർച്ചസ് നാഷണൽ പാർക്കിലെ ഒരു പ്രസിദ്ധമായ ഫോർമേഷനാണ് ബാലൻസിംഗ് റോക്ക്. 39 മീറ്റർ ഉയരമുള്ള ഒരു പാറ ഒരു നേർത്ത കല്ലിൽ ഒരു തൊപ്പി പോലെ നിൽക്കുന്ന കാഴ്ചയാണിത്. മൈലുകൾക്കപ്പുറത്ത് നിന്ന് പോലും ഇത് കാണാൻ സാധിക്കുമത്രേ. ഇതിന് 3500 ടണ്ണോളം ഭാരമുണ്ട്. ഈ പാർക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യവാസമുള്ള തദ്ദേശീയരുടെ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഇവർ ഇവിടെ ആചാരപരമായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. മണ്ണൊലിപ്പ് തടയാനും സുരക്ഷ ഉറപ്പാക്കാനും പാറകളിൽ കയറുന്നത് നിരോധിച്ചിട്ടുണ്ട്. മഷ്റൂം റോക്ക്, കൻസാസ്, USA. അമേരിക്കയിലെ കൻസാസിലെ എൽസ്വർത്ത് കൗണ്ടിയിലുള്ള മഷ്റൂം റോക്ക് സ്റ്റേറ്റ് പാർക്കിലെ ഒരു ഫോർമേഷനാണിത്. ഒരു കൂറ്റൻ കൂണിനെ പോലെ വലിയ തൊപ്പിയും ചെറിയ പീഠവുമുണ്ട് ഇതിന്. 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ ആഴമില്ലാത്ത കടലുകൾ ഇവിടെ ഉണ്ടായ സമയത്താണ് ഇത് രൂപപ്പെട്ടതത്രേ. കാറ്റും വെള്ളവും സോഫ്റ്റായ പാറകളെ ഇല്ലാതാക്കുകയും ഹാർഡായിട്ടുള്ള ഒരു തൊപ്പി പോലെയുള്ള പാറ അവശേഷിക്കുകയുമായിരുന്നു. ഇവിടെയുള്ള ഏറ്റവും വലിയ പാറയ്ക്ക് 27 അടി വീതിയാണുള്ളത്. ആദ്യകാല കുടിയേറ്റക്കാർ ഇതിനെ വഴിയടയാളമായി ഉപയോഗിച്ചിരുന്നു. മണ്ണൊലിപ്പ്, മഞ്ഞുകട്ടകൾ, പാറയുടെ വിടവുകളിൽ ഉണ്ടാക്കുന്ന എക്സ്പാൻഷൻ എന്നിവ കാരണം ഇത് കാലക്രമേണ നശിച്ചു പോകുമത്രേ. ചിരമ്പ ബാലൻസിംഗ് റോക്സ്. സിംബാബ്വേയിലെ ഹരാരെക്ക് തെക്കുകിഴക്കായി എപ്പോർത്തിന് സമീപമാണ് ചിരമ്പ ബാലൻസിംഗ് റോക്സ് സ്ഥിതി ചെയ്യുന്നത്. കൂറ്റൻ ഗ്രാനൈറ്റ് പാറകൾ ചെറിയ സ്ഥലങ്ങളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണിത്. ഇവ കോപ്ജസ് എന്ന് വിളിക്കുന്ന ഗ്രാനൈറ്റ് പാറക്കെട്ടുകളുടെ ഭാഗമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിൽ മാഗ്മ തണുത്ത് ഗ്രാനൈറ്റായി മാറിയാണ് ഇത് രൂപപ്പെട്ടത്. കാലക്രമേണ മണ്ണൊലിപ്പ് ഈ പാറകൾക്ക് ഇത്തരത്തിലുള്ള രൂപവും നൽകി. സിംബാബ്വേയുടെ കറൻസി നോട്ടുകളിലും നാണയങ്ങളിലും ഇതിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇന്ന് ഇത് അവിടുത്തെ പ്രകൃതി പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. ഇദൻറെ ഹിൽസ്, നൈജീരിയ. നൈജീരിയയിലെ ഓണ്ടോ സ്റ്റേറ്റിലുള്ള ഇദൻറെ ഹിൽസിൽ വലിയ പാറകൾ ചെറിയ കല്ലുകളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിലെ ഗ്രാനൈറ്റും നീസും ചേർന്നാണ് ഇത് രൂപപ്പെട്ടത്. യോറുബ ജനതയ്ക്ക് ഈ കുന്നുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പെഡസ്റ്റൽ റോക്സ്, USA. അമേരിക്കയിലെ അർക്കൻസാസിലെ ഓസാർക്ക് സെന്റ് ഫ്രാൻസിസ് നാഷണൽ ഫോറസ്റ്റിലുള്ള പെഡസ്റ്റൽ റോക്സ് കൂൺ ആകൃതിയിലുള്ള തൂണുകൾക്ക് മുകളിൽ പരന്ന പാറകളുള്ള രൂപങ്ങളാണ്. 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പെൻസിൽവാനിയൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ട അറ്റോക്ക ഫോർമേഷനിലെ മണൽക്കല്ലുകളാണ് ഇവ. കാറ്റ്, മഴ, മഞ്ഞുകട്ടകൾ, പാറയുടെ വിടവുകളിൽ ഉണ്ടാക്കുന്ന എക്സ്പാൻഷൻ എന്നിവ മൃദുവായ പാറകളെ ഇല്ലാതാക്കി മുകളിലെ കട്ടിയുള്ള ക്യാപ്പ് പോലെയുള്ള രൂപങ്ങൾ അവശേഷിപ്പിക്കുകയായിരുന്നു. പണ്ട് രാക്ഷസന്മാരാണ് ഇത് ഉണ്ടാക്കിയതാണെന്ന് പ്രാദേശിക കഥകളുണ്ടായിരുന്നു. പാറകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായി അവയിൽ കയറാൻ അനുവാദമില്ല. ഈ പ്രദേശത്ത് ഓക്ക് വനങ്ങളും മനോഹരമായ നദികളുമുണ്ട്. ബട്ടർബോൾ, ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ള കൃഷ്ണയുടെ വെള്ളക്കല്ല് 6 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഗ്രാനൈറ്റ് പാറയാണ്. ഇത് ഒരു ചെറിയ ചെരുവിലാണ് നിൽക്കുന്നത്. ഉരുണ്ടു പോകുമെന്ന് തോന്നുമെങ്കിലും അത് അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ വെണ്ണ താഴെയിട്ടതിനെക്കുറിച്ചുള്ള ഒരു ഹിന്ദു പുരാണത്തിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇതിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. 1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഗ്രാനൈറ്റിൻ്റെ കാലാവസ്ഥാ വ്യതിയാനവും മണ്ണൊലിപ്പും വഴിയാണ് ഇത് രൂപപ്പെട്ടത്. മൃദുവായ പാറകൾ ഇല്ലാതായി ചെറിയ അടിത്തറയിൽ ഈ പാറ അവശേഷിക്കുകയാണുണ്ടായത്. 7ഉം 8ഉം നൂറ്റാണ്ടുകളിലെ പല്ലവ രാജവംശത്തിൻ്റെ പാറകളിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളും ഗുഹകളുമുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററിൻ്റെ ഭാഗമാണിത്. ഗോൾഡൻ റോക്ക്, മ്യാൻമർ. മ്യാൻമറിലെ മൗണ്ട് ക്യാക്തിയോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാനൈറ്റ് റോക്കാണ് ഗോൾഡൻ റോക്ക് അഥവാ ക്യാക്തിയോ. ഇതിന് 7.6 മീറ്റർ ഉയരവും 15 മീറ്റർ വീതിയുമുണ്ട്. കൂടാതെ ഒരു ചെറിയ ബുദ്ധ പഗോഡ ഇതിൻ്റെ മുകളിലുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കാരണം ഉരുണ്ട ഗ്രാനൈറ്റ് ചെറിയ സ്ഥലത്ത് ഉറച്ചു പോയാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. പഗോഡയിലെ ഒരു ബുദ്ധൻ്റെ മുടിയിഴയാണ് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതെന്ന് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു പുണ്യസ്ഥലമായാണ് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നത്. ഇതിന് മുകളിലെ പഗോഡ 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1100 മീറ്റർ ഉയരമുള്ള പർവ്വതത്തിന് മുകളിൽ നിന്ന് കുന്നുകളുടെയും താഴ്വരകളുടെയും കാഴ്ചകൾ നമുക്ക് കാണാം. മൺസൂൺ, ഭൂകമ്പം, ടൂറിസം എന്നിവ ഈ സ്ഥലത്തിന് ഭീഷണിയാണത്രേ. ആയിരക്കണക്കിന് ആളുകളാണ് വർഷം തോറും ഇവിടെ എത്തുന്നത്.
ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഫോർമേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലോ മറ്റോ ഇത്തരത്തിലുള്ള ഫോർമേഷനുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.